അപ്പോൾ എല്ലാവർക്കും സഫ മർവ മൾട്ടി വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻസോൻ്റെ ചെയിൻ ഗ്രൈൻഡ് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കുക. ഇതിൻ്റെ മെഷീനും നമ്മളെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തന്നാൽ മതി, അയച്ചു തരും. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത്, ഇത് അലൈൻമെൻറ്റ് നോക്കാണ്ട് 30 ഡിഗ്രിയിൽ ഇത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കറക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് രണ്ട് സൈഡും ബ്ലേഡ് രാവാനുണ്ട്. അപ്പോൾ മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലാണ് കറക്റ്റായിട്ട് ബ്ലേഡിൻ്റെ തല വരെ അടിയിലേക്ക് ഇറങ്ങുന്ന വരെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്ത് വെക്കണം. അതുപോലെ ഇത് തള്ളുന്ന ഒരു ലിവറാണ്, അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ട തേമാനം അനുസരിച്ച് അത് കണ്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ട ഇത് 30 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 30 വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നെട്ടുണ്ട്, അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കും. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മറ്റേ മെഷീൻ ഒന്നും ചെയ്യേണ്ട, അത് ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രിയിൽ ഇത് തിരിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്കിത് എത്ര പല്ല് രാവെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു അടയാളം വെച്ചിട്ടുള്ളത്. അത് ഓരോരുത്തർ ഐഡിയയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടേക്കാണ്, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത പല്ല് വീണ്ടും നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെഷീൻ വേണമെങ്കിലും നമ്മളോട് ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല റേറ്റ് കുറവിൽ കൊടുത്തരുന്നതായിരിക്കും, ഓൺലൈനായിട്ട് അയച്ചു തരും. അപ്പോൾ അത് നെറ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം. അപ്പോൾ വേണ്ട, ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ മേലത്തെ ബോൾട്ടൊന്നും ചെയ്യേണ്ട, കാരണം അത് കറക്റ്റായിട്ട് അടി വരെ മുട്ടാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്. ആ ചെയ്യന്മേ തട്ടരുത്, ഈ ബ്ലേഡ് മാത്രം ഗ്രൈൻഡ് ചെയ്യാവുന്ന ലെവലിലാണ് അത് വെക്കേണ്ടത്. വേണ്ട, ഗ്രൈൻഡ് ചെയ്ത് പോകുന്ന അത് ലെഫ്റ്റ് റൈറ്റും കറക്റ്റായിട്ട് ചെയ്യാം.